വരൂ സ്വാമി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ കോഴി ഇപ്പൊ തന്നെ സ്വാമിയെ പറഞ്ഞു വിടും. ഞാനിവിടെ വന്ന് കേറിയപ്പോ തന്നെ എന്നോട് അവളുടെ ശക്തി പ്രകടനം, മാടനെയും ചാത്തനെയും രക്ഷസനെയും വരെ ബന്ധിച്ചവനാ ഈ ധ്വനി. ഗംഗേ, ഇവരെ ഉപദ്രവിക്കാതെ ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ കൂടെ കൊന്നു. നീ എന്തിനാണ് ഇവരെ ദ്രോഹിക്കുന്നത്? ഇവരെ ശല്യം ചെയ്യാതെ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ എനിക്കൊരു മടിയുമില്ല. പറയ്, ആരാ നീ? നീ ആര്? പറയ്. വേണ്ട വേണ്ട പൂജ വേണ്ട. ഞാൻ പറയാം. പപ്പു, എന്താ? ഞാൻ ഈ പാല് ഹർഷ മുതലാളുടെ വീട്ടിൽ കൊടുത്തിട്ട് വരാം. ശരി. ദിവ്യേച്ചി, ദിവ്യേച്ചി. ആഹാ, ഗംഗയായിരുന്നോ? ഇന്നാ ചേച്ചി പാല്. ആ പിന്നെ ചേച്ചി, ഇന്നലത്തെ കൂടി ചേർത്ത് 100 രൂപ തരാനുണ്ട് കേട്ടോ പാലിന്റെ പൈസ. ഹർഷേട്ടാ, ഗംഗക്ക് പാലിന്റെ പൈസ കൊടുത്തേക്കണേ. ആഹാ, ഗംഗമോളോ? ഇതാ പൈസ. വിട് മുതലാളി, വിട്. എന്താ അവിടെ? ഹേ, ഒന്നുമില്ല. ഞാനിവിടെ കണക്ക് പറഞ്ഞ് പൈസ കൊടുക്കായിരുന്നു. ശരി ചേച്ചി. ഗംഗേച്ചി, എന്താ? എന്തു പറ്റി? ചേച്ചി കരഞ്ഞോ? അതൊന്നുമില്ല പാപ്പൂസേ, അത് പിന്നെ ചേച്ചിയുടെ കണ്ണിൽ കരട് പോയതാ. നീ എന്തേലും കഴിച്ചോ? ഏയ് ഇല്ല, ചേച്ചി വരാതെ ഞാൻ കഴിക്കുമോ? നീ വാ. ഗംഗേച്ചി, നമ്മുടെ അച്ഛനും അമ്മയും എന്തിനാ നമ്മളെ നേരത്തെ കളഞ്ഞിട്ടങ്ങ് പോയത്? അതെന്താ? നിനക്ക് അച്ഛനും അമ്മയില്ലേ? നിന്റെ അച്ഛനും അമ്മയും എല്ലാം നീ ഞാൻ തന്നെ. അപ്പൊ ചേച്ചിയുടെ അച്ഛനും അമ്മയോ? എന്റെ അച്ഛനും അമ്മയും നീ. ഓടാ ഓടുന്നു. എന്നാ കഴിക്കേ. പപ്പൂരാ. ഹാ, ജഗൻ ചേട്ടനോ? വാ ചേട്ടാ. എന്താ? ഗംഗയല്ലേ? ഉണ്ടല്ലോ.